വനം സംരക്ഷണ സമിതി അംഗങ്ങൾക്കും ഇക്കോ ടൂറിസം ഗൈഡുകൾക്കുമായി ഹരിത പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി വനം വന്യജീവി വകുപ്പ് നെന്മാറ ഡിവിഷന്റെ നേതൃത്വത്തിൽ നടത്തിയ സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടുപ്രദേശത്ത് തന്നെ എത്രയൊക്കെ മാലിന്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് ഞാനത് നിരന്തരം പറയുന്നതാണ്. കൊറോണ സമയത്ത് പ്ലാസ്റ്റിക് സഞ്ചികളുടെ ഒരു ഉപയോഗം കുറച്ച് കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്ലാസ്റ്റിക് സഞ്ചികളുടെ ഒരു ഉപയോഗം ഏറ്റവും കൂടുതലില്ലേ ചോദിച്ചാൽ കൂടുതൽ തന്നെയാണ്. റോഡ് സൈഡൊക്കെ പച്ചക്കറികളൊക്കെ വിൽക്കുന്നത് ആദ്യം വെക്കുന്നത് തന്നെ ഒരു പ്ലാസ്റ്റിക് കവറിലാണ്. അത് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ രണ്ടാമതൊരു കവറും കൂടി വാങ്ങിച്ചത് പൊട്ടിപ്പോവോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിൽ രണ്ടാമതൊരു കവറും കൂടി വാങ്ങിച്ചിട്ടാണ് അതിൻ്റെ അകത്തിട്ടിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരെയാവണം. നമ്മൾ ഈ കവറുകളൊന്നും വാങ്ങിക്കാതെ ഒരു തുണിസഞ്ചി, നമ്മൾക്കറിയാം വീട്ടിലുള്ള വേസ്റ്റ് സാധനം കൊണ്ടാണെങ്കിലും തുണികൾ കൊണ്ടാണെങ്കിലും നമ്മൾക്കൊരു തുണിസഞ്ചി അടിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് തുണിസഞ്ചി ഉപയോഗിക്കാം. 3 തരങ്ങൾ പ്ലാസ്റ്റിക്, ഗരം, പച്ചക്കറി വേസ്റ്റുകളെല്ലാം നമുക്ക് തരംതിരിച്ചിട്ട് നമുക്ക് അതിനെ വളമാക്കി എടുക്കാനുള്ളതുണ്ടാവും. ഹരിതകർമ്മ സേനാംഗങ്ങൾ എല്ലാ പഞ്ചായത്തിലും ഉണ്ട്. അവരും കൃത്യമായി എല്ലാ മാസവും വന്ന് എല്ലാ വേസ്റ്റുകളും എടുത്തിട്ട് പോകുന്നുണ്ട്. പക്ഷേ അതൊരു പ്രശ്നം ഇപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ MCF മിനി MCF നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിനൊന്നും പോവാതെ നമ്മൾ കൃത്യമായിട്ട് ഇടപെടലുകൾ നമ്മൾ കൂടെ നടത്തിയാൽ നമ്മൾക്കത് കൃത്യമായിട്ടുള്ള പരിഹാരം ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നുള്ളത് തീർച്ചയായിട്ടും അറിയാം. ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ പി പ്രവീൺ അധ്യക്ഷനായി. ആലത്തൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KR കൃഷ്ണദാസ്, കൊല്ലങ്കോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K പ്രമോദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ മീര സാഹിബ് ക്ലാസിന് നേതൃത്വം നൽകി. ഹരിത ടൂറിസം, ഹരിത ചെക്ക് പോസ്റ്റ്, ഇക്കോ ടൂറിസം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചായിരുന്നു ക്ലാസ്. UTV ന്യൂസ്, പാലക്കാട്.